ഈ ഒരു വിഷയം ആരും അറിയാതെ പോകരുത്. കാരണം ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യം കൂടിയാണ്. ഒരു ഭാര്യയും ഭർത്താവും സംയോഗത്തിൽ ഏർപ്പെടുന്നു, ജിമായി ചെയ്യുന്നു. അങ്ങനെ സംയോഗം കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നതിന് മുമ്പ് ഈ ഭാര്യയ്ക്ക് മെൻസസ് ഉണ്ടാകുന്നു, ആർത്തവം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭാര്യ എപ്പോഴാണ് കുളിക്കേണ്ടത്? എത്ര കുളി അവൾ കുളിക്കണം? ഈ കുളിക്ക് എങ്ങനെ അവൾ നിയത്ത് വെക്കണം? ഇതിനുള്ള ഉത്തരം ഏറ്റവും ലളിതമായി പറഞ്ഞു തരികയാണ്. അതായത് ജനാപത്തി എന്ന് പറയുന്ന ഒരു കാരണമുണ്ടായിരിക്കെ ഹൈദ് എന്ന് പറയുന്ന, അതായത് ആർത്തവം എന്ന് പറയുന്ന വലിയ അശുദ്ധിയുടെ മറ്റൊരു കാരണം കൂടി ഈ പെണ്ണിനിക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഘട്ടത്തിൽ ആർത്തവ രക്തം കൂടി മുറിഞ്ഞതിന് ശേഷമാണ് അവൾ കുളിക്കേണ്ടത്. രണ്ടിനും വേണ്ടി ഒറ്റ കുളി കുളിച്ചാൽ മതി. കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിലൊക്കെ നിയത്ത് വെച്ചിട്ട് ഒറ്റ കുളി കുളിച്ചാൽ മതി. അതേ സമയത്ത് ഹൈദുള്ള ഒരു പെണ്ണ്, ആർത്തവമുള്ള ഒരു പെണ്ണ് ആർത്തവ രക്തം മുറിഞ്ഞാൽ അവിടെ അവൾ കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമാണ് ഭർത്താവുമായി ബന്ധപ്പെടേണ്ടത്. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒപ്പം ഇസ്ലാമിക വിവരങ്ങൾ ഏറ്റവും ലളിതമായി പഠിക്കാൻ പറ്റുന്ന ഹിക്മ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം.